ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനും അമ്മയും കണ്ട ശേഷം ഞാൻ തന്നെ അമ്മയെ തിരിച്ചുകൊണ്ടുവിടാം. അല്ല പ്രകാശേട്ടാ, ഹരിതയുടെ വീട്ടിൽ ചെന്നാൽ അച്ഛനുണ്ടാകുന്ന അനുഭവം പ്രകാശേട്ടൻ പറഞ്ഞല്ലോ. അതേ അനുഭവം തന്നെ പ്രകാശേട്ടനും ഉണ്ടായാലോ? അതാണ് അച്ഛനും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഹരിതയെ പാട്ടിലാക്കി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാനുള്ള തന്ത്രങ്ങളും ഈ പ്രകാശിന് അറിയാം. എന്തു പറയുന്നു? എന്നാൽ അത് മതി. എങ്ങനെയും എനിക്ക് ചന്ദ്രനെ ഒന്ന് കണ്ടാ മതി. എന്നാ ഞാൻ അമ്മയും കുട്ടി ഉടനെ ഇങ്ങ് എത്തിയേക്കാം. മാധവേട്ടൻ എന്താ വൈകുന്നത്? എത്ര നേരായി കാത്തിരിക്കുക ഞാൻ. കാത്തിരിപ്പിന്റെ വേദന എന്നൊക്കെ കഥകളിൽ വായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴാ ശരിക്കും അനുഭവിക്കുന്നത്. ഏട്ടാ പറ. ഹലോ, നീ എവിടെ? എന്ത് ചെയ്യടാ? ഇത് ചോദിക്കാനാണ് ഏട്ടാ വിളിച്ചത്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാന്ന് ഏട്ടനെ അറിഞ്ഞൂടെ? എന്നാലേ നിനക്കൊരു ഉഗ്രം പണി വരുന്നുണ്ട്. വെറുതെ രാവിലെ ഡാർക്ക് ആക്കാതെ കാര്യം പറ. എടാ പോത്തേ, ഇന്ന് അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികമല്ലേ? അതിനിപ്പോ എന്താ? അതിനെന്താണെന്നോ? എടാ, കിളവനെ അതിരാവിലെ എഴുന്നേറ്റേ അഴകിയ രാവണനായിട്ടേ അങ്ങോട്ട് വരാൻ പോവാ അമ്മയെ കാണാൻ. ഇങ്ങോട്ടോ? അമ്മ നിൽക്കുന്നതേ നിന്റെ അമ്മായിപ്പം കുറുപ്പിന്റെ വീട്ടിലൊന്നല്ലോ. ഏട്ടാ അത് നീ പേടിക്കണ്ട, ഞാനതിന് തന്ത്രപൂർവം തടയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മാത്രം കൊണ്ട് പ്രശ്നം തീരില്ല. അമ്മ ചിലപ്പോ അച്ഛനെ കാണാൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അത് തടയണം. മാനത്തെ കൊട്ട